ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തി. സമീപകാല ദിലീപ് സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ചിത്രം ഒരാഴ്ച മുന്നേ OTT-യിൽ റിലീസ് ആയിരുന്നു. സി5 തമിഴ് മലയാളം ഭാഷകളിൽ റിലീസായ സിനിമ ഇപ്പോഴത്തെ OTT-യിൽ വൻ നേട്ടങ്ങൾ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. തിയേറ്ററുകളിലേതിന് സമാനമായ അഭിപ്രായങ്ങൾ തന്നെ OTT-യിലും നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ ഇപ്പോഴത്തെ 100 മില്യണിലധികം സ്ട്രീമിംഗ് മിനിറ്റ്സ് ആണ് സി5 നേടിയെടുത്തിരിക്കുന്നത്. സി5 റെക്കോർഡ് ദിലീപ് സിനിമയുടെ ഒരു സ്ട്രീമിംഗ് മിനിറ്റ്സ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഗൂഗിളിലാണെങ്കിൽ സെർച്ചിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുള്ള സിനിമ സി5 ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1-ാം സ്ഥാനം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരുപക്ഷെ കേശവന് ശേഷം ദിലീപിന്റെ OTT-യിൽ വലിയ തരംഗമാകുന്ന സിനിമയായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഇന്ന് മലയാളത്തിലെ സൂപ്പർ താരവും കേന്ദ്രമന്ത്രിയും MP-യും നടനും കൂടിയ സുരേഷ് ഗോപിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുകയാണ്. ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ കാത്തിരുന്ന അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ ലുക്കിലുള്ള ഒരു വീഡിയോ കണ്ടന്റാണ് പുറത്തു വന്നതെങ്കിൽ വൈകിട്ടോടെ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് വാഹനത്തിൽ നിന്നും താഴേക്കിറങ്ങുന്ന സുരേഷ് ഗോപിയുടെ കാലുകളാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഗോകുല മൂവീസ് തന്നെ നിർമ്മിക്കുന്ന സിനിമയാണല്ലോ ബബബ. ഈ കാണുന്ന ബബബ എന്ന സിനിമയുടെ അണിയറപ്രവർത്തകരിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ആശംസാ പോസ്റ്ററും ഗോകുല മൂവീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സുരേഷ് ഗോപിയുടെ കരിയറിലെ വലിയ സിനിമ ഒറ്റക്കൊമ്പന്റെ കൂടുതൽ വാർത്തകൾക്ക് നമുക്ക് കാത്തിരിക്കാം.